വീൽ സ്പീഡ് സെൻസറിൻ്റെ വോൾട്ടേജാണ് ചെക്ക് ചെയ്യേണ്ടത്. സെൻസറിലേക്ക് ഇൻപുട്ട് വോൾട്ടേജ് വരുന്നത് ഈ പിങ്ക് പ്ലസ് ഗ്രീനിലാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ചാവി ഓണാക്കി എർത്ത് കൊടുത്തു. അപ്പോൾ അതിൽ വോൾട്ടേജ് ഉണ്ട് ഈ ലൈനിൽ കേട്ടോ. പിന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ഈ ലൈനിൽ നോക്കേണ്ടതുണ്ട്. ഈ ലൈനിൽ നോക്കണം. ഈ ലൈനിൽ നോക്കിയാൽ അതിലനുസരിച്ച് 0.2 വോൾട്ടേജാണ്. ഇത് വീല് തിരിഞ്ഞാലാണ് ഇതിൽ വോൾട്ടേജ് വ്യത്യാസം വരിക. നമുക്ക് വീല് തിരിച്ച് നോക്കാം. കട്ട് ചെയ്ത് അതായത് വീൽ സ്പീഡ് സെൻസറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ലൈനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് പിങ്ക് പ്ലസ് വൈറ്റ്. പിന്നെ അതിന് നമുക്ക് വീല് തിരിച്ചു നോക്കാം. വീല് തിരിക്കുന്നതാണ്. വീല് തിരിച്ചു. വോൾട്ടേജിൽ ഉണ്ടോ? വോൾട്ടേജിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ തിരിക്കാം. വോൾട്ടേജ് മാറണില്ല. ഇപ്പോൾ സെൻസർ കംപ്ലൈൻ്റ് ഇല്ലെങ്കിൽ ഇതൊന്നില്ല, വോൾട്ടേജ് മാറേണ്ടതാണ്. വോൾട്ടേജ് വ്യത്യാസം ഇല്ലാത്ത കാരണം ഒന്നില്ലെങ്കിൽ സെൻസറിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കാം. അതല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, ഇവിടെയുള്ള ഗ്യാപ്പ്, ഈ ഗ്യാപ്പ് ആഫ്റ്റർ മാർക്കറ്റ് അലവിൽ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് കൊണ്ടും സെൻസർ, അതായത് ഈ സെൻസറിന് സിഗ്നൽസ് എടുക്കാൻ പറ്റില്ല. ഈ ഒരു റോട്ടർ തിരിയുന്നതനുസരിച്ച് ഇതിന് പൾസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഇതെന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഇത് ആഫ്റ്റർ മാർക്കറ്റ് അലവിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇഷ്യൂ വന്നിട്ടുള്ളത്. നമുക്കെന്തായാലും അതൊന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. നമ്മളിതിൻ്റെ ക്ലിയറൻസ് ചെക്ക് ചെയ്യാനായിട്ട് ഇതൊരു 2mm സൈസുള്ള ഒരു സ്പാനറാണ്. നമുക്കിത് വെച്ചിട്ട് ഇതിൻ്റെ ഗ്യാപ്പ് നോക്കി നോക്കാം. ആണോ, ഇത് 2mm മുകളിൽ ഇതിന് ക്ലിയറൻസ് ഉണ്ട്. 2mm മുകളിൽ ക്ലിയറൻസ് ഉള്ള കാരണം കൊണ്ട് തന്നെ ഈ സെൻസർ ഇത് വർക്ക് ചെയ്യില്ല. ഇത് 1mm ഗ്യാപ്പാണ് നമുക്ക് റോയൽ എൻഫീൽഡ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കൂടുതലുള്ളത് കൊണ്ടാണ് ഈ സെൻസർ റീഡാവാത്തത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതിപ്പോൾ റീഡിങ് വരണില്ല, നോക്കിക്കോട്ടോ. 28 വോൾട്ടേജാണ് കാണിക്കുന്നത്. ഈ ഗ്യാപ്പ് കൂടുതലുള്ള കാരണം കൊണ്ടാണ് ഇത് വർക്കാവാത്തത്. അത് ജസ്റ്റ് ഇത് കാണിച്ചു തരാം. ഇത് കാണിച്ചോ, ജസ്റ്റ് ഇത് ഇവിടെ നമ്മൾ വെറുതെ വെച്ചിരിക്കുകയാണ്. അതേപോലെ ഇതിപ്പോൾ 28 വോൾട്ടേജാണ്. ഈ ഒരു സ്പാനർ ഈ ഒരു സെൻസറിനെ പാസ് ചെയ്യുമ്പോൾ ഇതിന് വോൾട്ടേജ് വ്യത്യാസം വരുന്നത് കാണിച്ചു തരാം. അതിൽ കാണിച്ചോ, ഇതിനകത്തി പിടിക്കും. എന്താ, Oh. 28 വോൾട്ടേജാണ്. എന്താ, ഈ ഒരു റോഡ് പാസ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ വോൾട്ടേജ് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെൻസർ അഴിക്കാം. സെൻസർ അഴിച്ചു. അപ്പോൾ സെൻസറിൻ്റെ ടിപ്പ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ടിപ്പിൽ എന്തെങ്കിലും ഡാമേജസ് കാര്യങ്ങളുണ്ടോ നോക്കണം.
നമ്മൾ ഈ ഒരു സെൻസർ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ വോൾട്ടേജ് റീഡിങ് നോക്കാം. അപ്പോൾ വോൾട്ടേജ് അത്യാവശ്യം നല്ല രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട്. ഓഫ് ചെയ്തു. അപ്പോൾ ഈ ആഫ്റ്റർ മാർക്കറ്റ് അലോയിൽ ഇട്ടതിന് ശേഷമാണ് ഈ ഇഷ്യൂ വന്നിട്ടുള്ളത്. ഈ ഒരു ചെക്കിങ്ങിൽ നമുക്ക് മനസ്സിലായത്. അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും ഷിമ്മോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ക്ലിയറൻസ് നമുക്ക് കുറയ്ക്കേണ്ടതുണ്ട്. ഇത് 0.1 mm ക്ലിയറൻസ് ആക്കണം ഈ ഒരു ഏരിയ. അതായത് ഈ ഒരു ഏരിയ 0.1 mm ആക്കണം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ. റോട്ടറിൻ്റെ ഗ്യാപ്പ് കുറയ്ക്കാനായിട്ട് നമ്മൾ 2 ഇതേപോലത്തെ പ്ലേറ്റ് വാഷ് വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഇതിൽ 2 പ്ലേറ്റ് വാഷ് നമ്മൾ ഈ ഒരു ഡിസ്ക് പ്ലേറ്റിൻ്റെ ഗ്യാപ്പിൽ ഇട്ട് കൊടുത്തിരിക്കുക. അതേപോലെ എല്ലാ ഇതിൻ്റെയും ഇടയിൽ ഇട്ടിട്ടുണ്ട്, റോട്ടറിൻ്റെ പ്ലേറ്റിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ ബോൾട്ട് സ്ലിപ്പായിട്ടുണ്ട്, അതാണ് ജസ്റ്റ് തട്ടി വയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. പുതിയത് കിട്ടിയിട്ടില്ല. ടൈറ്റ് ചെയ്ത് അല്ലാത്തതിലും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പീഡ് സെൻസറിൻ്റെ ഗ്യാപ്പ് കുറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ 1 mm ഉള്ളിൽ അതിൻ്റെ ഗ്യാപ്പ് വരാൻ പാടുള്ളൂ. 0.128 തൊട്ടിട്ട് 1 mm ഗ്യാപ്പ് വരെയാണ് ഇത് വരാൻ പാടുള്ളൂ, ഈ ഗ്യാപ്പ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഓടിച്ച് നോക്കാം.